ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോറുമായി ബന്ധപ്പെട്ട് വിഷ് ലിസ്റ്റ് എന്താണ് എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് വിഷ് ലിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ വളരെ പെട്ടെന്ന് പുറപ്പെടുവിച്ച അല്ലെങ്കിൽ പെട്ടെന്ന് വന്ന ഒരു അപ്ഡേറ്റിംഗ് ഒന്നും അല്ല, പണ്ട് മുതലേ ഉള്ള ഒരു കാര്യം തന്നെയാണ് വിഷ് ലിസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ പലർക്കും ഇപ്പോഴും ഈ ഒരു വിഷ് ലിസ്റ്റിനെ കുറിച്ച് അറിയത്തില്ല, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊന്നും തന്നെ അറിയത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അറിഞ്ഞുകൂടാത്തവർക്ക് ഈ ഒരു വീഡിയോ പ്രയോജനപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ഇതുപോലുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിലെ വിഷ് ലിസ്റ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ പലപ്പോഴും ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കാണാറുണ്ട്. പലപ്പോഴും പലരും പരിചയപ്പെടുത്തി തരുന്ന ആപ്ലിക്കേഷൻസുകൾ ഉണ്ടാകും. ചിലപ്പോഴൊക്കെ ഞാൻ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കാണുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻസുകളും ഗെയിമുകളും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഇപ്പോൾ നിങ്ങൾക്ക് സമയമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യത്തക്ക രീതിയിൽ ഇത്തരം ആപ്ലിക്കേഷൻസുകളും ഗെയിമുകളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷനും ഗെയിമുകൾ നിങ്ങൾക്ക് വിഷ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇങ്ങനെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആപ്ലിക്കേഷൻ എത്ര ആപ്ലിക്കേഷനുകൾ ഗെയിമുകൾ നിങ്ങൾക്ക് ഈ ഒരു വിഷ് ലിസ്റ്റിൽ കൊണ്ടുവരാവുന്നതാണ്. പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇത്തരം ആപ്ലിക്കേഷൻ നിങ്ങൾ വിഷ് ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്ന ആപ്ലിക്കേഷൻസുകൾ സെറ്റിംഗ്സിൽ പോയി നിങ്ങൾക്ക് അവിടെ ആ ഒരു ഫീച്ചർ വഴി നിങ്ങൾക്ക് കാണാവുന്നതുമാണ്. നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതുവഴി തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ആപ്ലിക്കേഷൻസുകൾ വിഷ് ലിസ്റ്റിൽ പെടുത്താമെന്നും അത് വിഷ് ലിസ്റ്റിൽ പെടുത്തിയ ആപ്ലിക്കേഷനുകൾ നമുക്ക് വീണ്ടും പിന്നീട് എങ്ങനെ കണ്ടുപിടിച്ച് അത് ഡൗൺലോഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുകയാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു ആപ്ലിക്കേഷനോ ഗെയിമുകളോ നമുക്ക് ഇപ്പോൾ ഞാൻ ടെമ്പിൾ റൺ 2 എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എടുത്തു, ഈ ഒരു ഗെയിം എടുത്തു. അപ്പോൾ ഗെയിം എടുത്തതിന് ശേഷം ഞാൻ വിചാരിക്കുന്നു ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്യേണ്ട പിന്നീട് എപ്പോഴെങ്കിലും ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് വിഷ് ലിസ്റ്റിൽ പെടുത്താൻ സാധിക്കും. വിഷ് ലിസ്റ്റിൽ പെടുത്തുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സൈഡിൽ ഒരു 3 ഡോട്ട് മാർക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആഡ് ടു വിഷ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാവും അതൊരു വിഷ് ലിസ്റ്റിലേക്ക് മാറും. പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ വിഷ് ലിസ്റ്റിൽ പെടുത്തിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്ന ശേഷം സൈഡിൽ മെനു ഓപ്ഷൻ കാണാം, 3 ലൈൻ മാർക്ക്, ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഒരു വിഷ് ലിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ കാണാൻ സാധിക്കും. ഈ ഒരു വിഷ് ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാവും നിങ്ങൾ വിഷ് ലിസ്റ്റിൽ പെടുത്തിയ എല്ലാ ഗെയിമുകളും ആപ്ലിക്കേഷനും എല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാവും ആ ഒരു പേജിലേക്ക് പോയി നിങ്ങൾക്ക് ഇൻസ്റ്റാൾ എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും എന്നതാണ്. നിങ്ങൾക്ക് വിഷ് ലിസ്റ്റിൽ പെടുത്തിയ ആപ്ലിക്കേഷൻ്റെ ഗെയിമുകളോ നിങ്ങൾക്ക് വേണ്ട അത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അത് ലോങ് പ്രസ് ചെയ്താൽ മാത്രം മതിയാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ റിമൂവ് ഫ്രം വിഷ് ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് മാറുകയും അത് അവിടെ നിന്ന് ഡിലീറ്റ് ആവുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഫീച്ചർ വളരെ നല്ലതായിട്ട് തന്നെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം.